ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വാരം പ്രധാനമായിട്ടും 2025 ജനുവരി മാസം തുടങ്ങുന്ന വാരമാണ്. അതുകൊണ്ട് തന്നെ പുതുവർഷഫലം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. 2025 27 നക്ഷത്രത്തിനും എങ്ങനെ ഇരിക്കും, എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുന്നത്. ജാതകത്തിലെ ദശാപഹാരങ്ങളനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ ഗ്രഹനില വളരെ പ്രധാനമാണ്. വ്യാഴത്തിൻ്റെ മാറ്റം, ശനിയുടെ മാറ്റം, മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം മാറ്റങ്ങൾ ഈ വർഷത്തിൽ പുതുമയേറുന്നതാണ്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ വ്യാഴനും ശനിയും ഒരുപോലെ മാറുന്ന ഒരു വർഷമാണ് 2025. 2025 ജനുവരി മാസം ആണ് ശനിയുടെ മാറ്റം വരുന്നത്. 2025 മെയ്യിലാണ് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഗുണാനുഭവങ്ങളും ഒക്കെ നിറഞ്ഞ ഈ വർഷം ആണ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറി നല്ലത് വരാൻ വേണ്ടി എല്ലാ നക്ഷത്രക്കാർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ പുതുവർഷഫലം ആരംഭിക്കുകയാണ്. മേടരാശി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വർഷം 2025 വളരെ അനുകൂലമായിട്ടുള്ളൊരു വർഷമായി കണക്കൂട്ടാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും, തുടക്കം നന്നായിരിക്കും. 2025 മെയ് വരെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ മേടരാശിക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായിട്ടുള്ള വർഷമാണ്. സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും ആഗ്രഹ സാഫല്യവും മനസ്സന്തോഷവും അന്യദേശവാസവും കുടുംബസുഖവും ഐശ്വര്യം നിറഞ്ഞൊരു നല്ലൊരു വർഷമായിരിക്കും തുടക്കത്തിൽ. 2025 ജനുവരി തൊട്ട് കുറച്ചൊരു മാറ്റം വരുമെങ്കിലും മാർച്ച് 29 കഴിയുമ്പോൾ ഏഴരശനി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ മേടരാശിക്കാരെ സംബന്ധിച്ചോളം 2025 മാർച്ചിൽ ഏഴരശനി തുടങ്ങുന്നപ്പോൾ അതായത് ഏപ്രിൽ ആദ്യം തൊട്ട് തുടങ്ങുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഏഴരശനി കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് അടുത്ത മെയ് വരെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞ് പിന്നെ 7.5 വർഷത്തേക്ക് ഏഴരശനി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഗുണവും ഇടയ്ക്ക് ദോഷവും കാണും. ഏഴരശനി എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിലും പേടിക്കുന്നവർ ധാരാളം പേര് കാണും. ശരിക്കും പറഞ്ഞാൽ ശനി എന്ന് പറയുന്നത് ഗുണം ചെയ്യുന്ന ഗ്രഹമാണ്. ചിലർ മുഹൂർത്തം കുറിക്കാൻ വരുമ്പോൾ ആദ്യം പറയും ശനിയാഴ്ച ദിവസം മുഹൂർത്തം വേണ്ട, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം മുഹൂർത്തം വേണ്ട എന്ന് പറയുന്നവർ ധാരാളം പേര് കാണും. പക്ഷേ പലരുടെയും ജാതകം നോക്കുമ്പോൾ ശനിയാണ് ഉയർച്ചയിലെത്തിച്ചിട്ടുള്ളത്. അതുപോലെ പല വിധത്തിലുള്ള ഗുണങ്ങളും നൽകുന്നത് ശനിയാണ്. നമുക്ക് ആർക്കായിരുന്നാലും ഏഴരശനി വരുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരെല്ലാം നമ്മളെ ചികിത്സിക്കാൻ കാണും, ആരെല്ലാം നമുക്ക് കൂട്ടിന് കാണും. സാമ്പത്തിക തകർച്ച വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആര് കാണും? കാരണം വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ കൈമറിഞ്ഞെന്ന് വരും. ഒരു അപകടം വരുമ്പോൾ വേണ്ടപ്പെട്ടവരാരും കാണില്ല, ചിലപ്പോൾ ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അങ്ങനെ ജീവിതത്തിൽ പലതും സംഭവിക്കാനും പലതും മനസ്സിലാക്കാനും കഴിവുണ്ടാകുന്നതാണ് ഏഴരശനി. ഏതായാലും മേടരാശിക്കാരെ സംബന്ധിച്ചോളം 2025 മെയ് മുതൽ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. സാമ്പത്തിക രംഗത്തും ആരോഗ്യരംഗത്തും മനസ്സിനും തൊഴിൽപരമായിട്ടും വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ദോഷപരിഹാരമായിട്ട് നീലവസ്ത്രം ധരിക്കുക, ശനിപ്രീതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ പോവുക, ശിവക്ഷേത്രത്തിൽ പോകുന്നതും ശിവന് ധാര ഒഴിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഇപ്പോൾ കഴിഞ്ഞ 2024 വളരെയധികം ദുരിതം പിടിച്ച വർഷമായിരുന്നു. ഇപ്പോൾ കണ്ടകശനിയും ജന്മത്തിൽ വ്യാഴനും സഞ്ചരിക്കുന്ന സമയമാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പലരും വളരെ നല്ല ഫലങ്ങൾ പറയുമെങ്കിലും ഫലത്തിൽ വളരെ മോശപ്പെട്ട സമയമാണ്.
പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സമയമാണ്. ശാരീരിക ക്ലേശങ്ങൾ, മനസമാധാനക്കുറവുകൾ, അധിക ചെലവുകൾ, ശത്രുദോഷങ്ങൾ, തൊഴിൽ തടസ്സം, മാനസികമായിട്ടുള്ള ടെൻഷൻ, ദാമ്പത്യ കലഹം, ദാമ്പത്യ വിരഹം, കേസ് വഴക്കുകൾ, ധനനഷ്ടം, മാനഹാനി ഇതെല്ലാം ഉണ്ടാകുന്ന സമയമാണ് കഴിഞ്ഞ 2024. പോയ വർഷം അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം മോശപ്പെട്ട സമയമാണ്. കാരണം ഓർക്കാൻ നല്ലതൊന്നും ഇല്ലാത്ത ഒരു വർഷമാണ് 2024. പക്ഷേ 2025 നിങ്ങളെ സംബന്ധിച്ചോളം വളരെ അനുകൂല സമയമാണ്. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം വ്യാഴത്തിൻ്റെ മാറ്റം വളരെ നന്നായിരിക്കും. 2025 മെയ്ക്ക് ശേഷം സാമ്പത്തിക നില മെച്ചമായിരിക്കും. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കേസും വഴക്കും കലഹങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. മനസമാധാനം കിട്ടും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. തൊഴിൽപരമായിട്ട് പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ടകശനിയും 2025 മാർച്ചിൽ മാറും. അപ്പോൾ തൊഴിൽപരമായിട്ട് കഴിഞ്ഞ 2.5 വർഷക്കാലം ദുരിതം അനുഭവിക്കുന്ന ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് 2025. അത് 2025 മാർച്ചിൽ തുടങ്ങി മെയ് മുതൽ കുറച്ചുകൂടി ബെറ്ററായിട്ടുള്ള കുറച്ചുകൂടെ നല്ല സമയം ആരംഭിക്കുകയാണ്. വളരെയധികം നല്ല സമയം. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല തീരുമാനങ്ങൾ എടുക്കാനോ വളരെ നാളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹം നടക്കാനും സന്താനലബ്ധിക്കും സാധ്യത കൂടുതലുണ്ട്. അതുപോലെ ദാമ്പത്യപരമായിട്ട് കലഹവും വിരഹവും കേസ് വഴക്കുകളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടുന്ന ഇടവരാശിക്കാർക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു മനക്കരുത്ത് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും സാധിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സന്തോഷം ലഭിക്കും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വർഷം 2025 വളരെ നല്ല വർഷമാണ്. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് പൊതുവേ ഇപ്പോൾ 12 വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അത്ര അനുകൂല സമയമല്ല. പല വിധത്തിലുള്ള പ്രയാസങ്ങളും അധിക ചെലവുകളും ആശുപത്രിവാസവും ബന്ധുജന വിരോധവും തൊഴിൽ തടസ്സവും ശത്രുദോഷങ്ങളും അനുഭവപ്പെടുന്ന സമയമാണ്. കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ കടുത്ത സമയദോഷം വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ 2025 മാർച്ചിന് ശേഷം കണ്ടകശനി ആരംഭിക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് അത്ര നല്ല സമയമല്ല. തൊഴിൽ തടസ്സങ്ങളും തൊഴിൽ പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള ടെൻഷനും അധിക ചെലവുകളും കുടുംബസുഖക്കുറവും കടവും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുള്ള വർഷമാണ് 2025. 2025 മാർച്ചിൽ കണ്ടകശനി തുടങ്ങും. 2025 മെയ്യിൽ 12 വ്യാഴൻ ജന്മത്തിലേക്ക് വരും. പാരപ്പ പരമഗുരു ജന്മത്തിൽ വന്നപ്പോൾ കൊറ്റവനെ കോതണ്ട പാണിവീരൻ കുടിയേറിപ്പോക ചെയ്താൻ, അതായത് ശ്രീരാമൻ വനവാസത്തിന് പോയ സമയമാണ്. പല വിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും തസ്കരഭയവും മാനഹാനിയും ബന്ധുജന വിരോധവും തൊഴിൽ തടസ്സവും ശത്രുദോഷവും നിറഞ്ഞൊരു വർഷമായിരിക്കും 2025. കർക്കിടക രാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യം കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടക രാശി. കർക്കിടക രാശിക്കാർക്ക് പൊതുവേ ഈ വർഷം 2025 പുതിയൊരു വർഷമാണ്. അതിൽ കുറച്ചൊക്കെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സമയം കാണുന്നുണ്ട്. കഴിഞ്ഞ 2020 മുതൽ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം ദുരിതം പിടിച്ചൊരു വർഷമാണ്. ദുരിതമുള്ള സമയമാണ്. വളരെയധികം പ്രയാസങ്ങളും ദാമ്പത്യ കലഹങ്ങളും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും മനസമാധാനക്കുറവുകളും തൊഴിൽ തടസ്സവും ശത്രുദോഷങ്ങളും അലച്ചിലും അനുഭവപ്പെടുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ 4 വർഷക്കാലം. പലർക്കും കോവിഡൊക്കെ വന്ന് കാണും. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് കാണും. ചെലവുകൾ വർദ്ധിച്ച് കാണും. കടം വന്ന് കാണും. ദാമ്പത്യ കലഹവും വിരഹവും കോടതി മുഖേനയെങ്കിലും ബന്ധം വേർപെട്ട് കാണും. അങ്ങനെ പല മാനഹാനി ഉണ്ടായിരിക്കാം. ആശുപത്രിവാസം ഉണ്ടായിരിക്കാം. വേണ്ടപ്പെട്ടവരുടെ മരണങ്ങളൊക്കെ സംഭവിച്ചിരിക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന വർഷമായിരുന്നു കഴിഞ്ഞ 4 വർഷക്കാലം. ഇപ്പോൾ കണ്ടകശനി തീർന്ന അഷ്ടമശനിയിലേക്കാണ്. 2025 മാർച്ച് വരെയുള്ള സമയം അഷ്ടമശനിയാണ്. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ഇപ്പോൾ 11 വ്യാഴം സഞ്ചരിക്കുന്നെങ്കിലും 2025 മെയ് വരെയുള്ള സമയം സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും കുറച്ച് അനുകൂലമാണ്. അപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ പ്രവർത്തനങ്ങളോ വീട് വയ്ക്കുക, സ്ഥലം വാങ്ങിക്കുക, വിവാഹാദി കാര്യങ്ങളിൽ ഇടപെടുക, വിവാഹം കഴിപ്പിക്കാനുള്ള ഏർപ്പാട് നോക്കുക, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ എല്ലാം മാറിക്കിട്ടുന്ന ഒരു വർഷമാണ് 2025 മെയ് വരെയുള്ള സമയം. അപ്പോൾ പൊതുവേ ആരോഗ്യനില മെച്ചമായിരിക്കുമെങ്കിലും
സാമ്പത്തികമായിട്ട് സൂക്ഷിക്കേണ്ട സമയമാണ്. അതായത് 2025 മാർച്ചിന് ശേഷം അഷ്ടമശനി ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് പൊതുവെ വളരെ ഒരു നല്ല വർഷമായിട്ട് തന്നെ 2025 കണക്കുകൂട്ടാം. പക്ഷേ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചുള്ള വ്യാഴം 12ലേക്ക് വരുന്നതുകൊണ്ട് അല്പം ചിലവ് കൂടി നിൽക്കാനും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ മാത്രം ശ്രദ്ധിക്കണം. പിന്നെ മറ്റെല്ലാ രംഗത്തും ഉയർച്ചയും ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങരാശി. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം കഴിഞ്ഞ 2.5 വർഷത്തോളം വളരെ മോശപ്പെട്ട സമയമാണ്. ദാമ്പത്യപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. കണ്ടകശനി കാലമാണ്. ദാമ്പത്യ കലഹം, മാനഹാനി, ബന്ധുജന വിരോധം, ശാരീരിക ക്ലേശങ്ങൾ, ശത്രുദോഷം, തൊഴിൽ തടസ്സം, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, അപകീർത്തി, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് കഴിഞ്ഞ പീരീഡ്. അത്രയും പ്രേമ പരാജയങ്ങൾ വരെ ഉണ്ടാകാം. കാരണം വേണ്ടപ്പെട്ടവർ പോലും ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിവാഹം നടക്കുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിട്ട് അവസാനം വിവാഹ തടസ്സം വരുന്ന സമയമാണ്. എല്ലാ കാര്യത്തിനും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. തൊഴിൽ നഷ്ടപ്പെടുന്ന സമയം, അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ നഷ്ടം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ച സമയമാണ് കഴിഞ്ഞ പീരീഡ്. അത്രയും 2024 മെയ് മുതൽ 25 മെയ് വരെ ജോലിക്ക് വളരെ മോശപ്പെട്ട സമയമാണ്. ജോലി നഷ്ടപ്പെടുക, ജോലിയിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ വരിക, മറ്റുള്ളവരെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും പരാതികൾ വരിക, മറ്റുള്ളവരുടെ ജോലി പോലും ചെയ്യേണ്ട അവസ്ഥ വരിക, എത്ര ജോലി ചെയ്തു കഴിഞ്ഞാലും അതിൽ മറ്റുള്ളവർ തൃപ്തിപ്പെടാതിരിക്കുക, മേലധികാരിയുടെ അപ്രീതി ഉണ്ടാവുക, പല വിധത്തിലുള്ള ധനനഷ്ടവും മാനഹാനിയും ദാമ്പത്യ കലഹവും കേസ് വഴക്കുകളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടുന്നൊരു വർഷമാണ് 2025 മെയ് വരെ. അതുകൊണ്ട് തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ശ്രദ്ധിക്കേണ്ട സമയമാണ്. പക്ഷേ ശനിയുടെ മാറ്റം 2025 മാർച്ചിന് ശേഷം ഏതെങ്കിലും കേസോ വഴക്കുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാം. ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ 2025 മാർച്ചിൽ മാറിക്കിട്ടും. എങ്കിലും അഷ്ടമത്തിലേക്ക് ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എത്ര പാവപ്പെട്ടവരായിരുന്നാലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, പിന്നെ ക്യാഷ്ലെസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഇല്ലാതെ നമുക്ക് ആശുപത്രിയിൽ പോയി കാർഡ് കാണിച്ച് ചികിത്സയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ വളരെ പ്രധാനമാണ്. ഒന്നുമില്ലെങ്കിൽ ചെറിയ ചെറിയ ചികിത്സകൾക്കുള്ള എന്തെങ്കിലും എടുത്തു വയ്ക്കാനെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ സൂക്ഷിക്കുക. അഷ്ടമശനി വരുന്നുണ്ട്, അത് സമയം അത്ര നല്ല പീരീഡല്ല. പിന്നെ വ്യാഴത്തിൻ്റെ മാറ്റം, കർമ്മസംബന്ധമായിട്ടുള്ള വ്യാഴത്തിൻ്റെ മാറ്റം 11ലേക്കാണ്. അപ്പോൾ 2025 മെയ് കഴിയുന്നതോടുകൂടി ചിങ്ങരാശിക്കാരുടെ സമയം അല്പം ഒന്ന് തെളിയും. നഷ്ടപ്പെട്ട ജോലി തിരികെ കിട്ടാൻ സാധിക്കും. ഈ 2025 മെയ് വരെ ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അത് കഴിഞ്ഞാൽ പ്രൊമോഷനോടുകൂടി ജോലി കിട്ടാനോ അല്ലെങ്കിൽ പുതിയ ജോലി അവസരം ലഭിക്കാനോ ഒക്കെ സാധ്യത 2025 മെയ്ക്ക് ശേഷം പ്രതീക്ഷിക്കാം. അതുവരെ ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്കിപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് വേറെ ജോലിക്ക് ഓഫറൊക്കെ വരും. അത് നഷ്ടപ്പെടുത്തിയിട്ട് വേറെ ജോലിക്ക് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളത് കൂടെ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് 2025 മെയ്. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൊതുവെ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ്. എല്ലാ വിധത്തിലും ഭാഗ്യവും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും മനസമാധാനവും സന്തോഷവും കർമ്മപുഷ്ടിയും ഭാഗ്യപുഷ്ടിയും ആരോഗ്യപരമായിട്ടുള്ള ഇതും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മനസമാധാനം നിറഞ്ഞ ഒരു വർഷമാണ് 2024 മെയ്ക്ക് ശേഷം കടന്നുപോയത്. അത് 2025 മെയ് വരെ വളരെ നല്ല സമയമാണ്. 2025 മാർച്ച് കഴിയുമ്പോൾ കണ്ടകശനിയായിട്ട് വരാൻ പോവുകയാണ്. ശനി 6 ശനി 7 വരുന്നുണ്ട്. ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തലപൊക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചും പ്രവർത്തിച്ചും വെറുതെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും അപകീർത്തിയും ശത്രുദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഫോണിലൂടെ സംസാരിക്കുന്നത് പോലും തെളിവായിട്ടുള്ള ഈ കാലത്ത് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം.
പ്രേമവും മറ്റുള്ള കാര്യങ്ങളും, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിച്ചവർ പോലും പ്രേമിക്കുന്ന കാലമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. യാതൊരുവിധ തെളിവുകളും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് റെക്കോർഡ് ചെയ്തിട്ട് അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ കാര്യത്തിലൊന്നും കാണില്ല, വെറും സംസാരം മാത്രമേ കാണുകയുള്ളൂ. അതുവരെ അപകീർത്തിക്ക് സാധ്യത ഉണ്ടാകാൻ ഇടയുണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. ആരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് വളരെ മോശപ്പെട്ട സമയം വരുന്നുണ്ട്. 2025 മെയ് വരെ സമയം കൊള്ളാം. 2025 മെയ് കഴിഞ്ഞാൽ ഏകദേശം ഈ വർഷം 2025 മുഴുവനും തൊഴിൽപരമായിട്ട് വളരെ ക്ലേശമുള്ള സമയമാണ്. 2026 മെയ് വരെ ജോലിക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ഉണ്ടാവും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരും സാമ്പത്തികമായിട്ട് കടമെടുക്കുന്നവരും വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശിവപ്രീതി വരുത്തുക, ശനിയന്ത്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. നീല വസ്ത്രം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് 2025 എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയാണ്. തുലാം രാശിക്കാർക്ക് ഏകദേശം 2020 മുതൽ സമയദോഷം തുടങ്ങിയതാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് വളരെ ദുരിതപൂർണമായ ഒരു വർഷമാണ് കഴിഞ്ഞ 4 വർഷവും കടന്നുപോയത്. ഇപ്പോഴും വളരെ മോശപ്പെട്ട സമയമാണ്. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമാണ്. മനസ്സമാധാനം കുറഞ്ഞ സമയമാണ്. സന്താനങ്ങളാൽ വിഷമങ്ങളും പ്രയാസങ്ങളും സന്താന ദുരിതമുള്ള സമയമാണ്. സന്താനങ്ങളെ വിട്ടു നിൽക്കുക, ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടുക, പല വിധത്തിലുള്ള ക്ലേശങ്ങളുണ്ടാവുക, പല വിധത്തിലുള്ള രോഗങ്ങൾ അനുഭവപ്പെടുക, ധനനഷ്ടം, തൊഴിൽ തടസ്സം, ശത്രുദോഷം, മാനഹാനി, ബന്ധുജന വിരോധം, പിന്നെ വേണ്ടപ്പെട്ടവരുടെ മരണാനന്തര കർമ്മങ്ങൾ പങ്കെടുക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങൾക്കോ വേണ്ടപ്പെട്ടവർക്കോ ദുരിതങ്ങളും അപകടങ്ങളും പിന്നെ ആയുർദോഷങ്ങളും അനുഭവപ്പെടുന്നൊരു വർഷമായിരുന്നു 2024. വേദനാജനകമായിട്ടുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ഓർക്കാൻ പോലും സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള സമയമാണ് കഴിഞ്ഞ 2024. ദുരിതപൂർണമായിട്ടുള്ള ഒരു വർഷം. അത് കടന്നു പോവുകയാണ്. 2025 പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു നല്ല വർഷമാണ്. 2025 മാർച്ചിന് ശേഷം വളരെ അനുകൂലമായിട്ടുള്ളൊരു മാറ്റം പ്രതീക്ഷിക്കാം. മനസമാധാനവും സന്തോഷവും കൈവരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയമാണ്. അഷ്ടമത്തിൽ വ്യാഴൻ 2025 മെയ്യിൽ മാറിക്കിട്ടും. ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി കഴിഞ്ഞ 4-5 വർഷത്തെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതം പൂർണ്ണമായിട്ടും മാറി മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞൊരു വർഷമായിരിക്കും 2025 മെയ്ക്ക് ശേഷം. മെയ് വരെ സമയം അത്ര നല്ല പീരീഡല്ല. ആരോഗ്യപരമായിട്ട് തൊഴിൽപരമായിട്ടും സൂക്ഷിക്കേണ്ട സമയമാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക, വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും, ഐശ്വര്യം ഉണ്ടാവും. പൊതുവേ 2025 മെയ്ക്ക് ശേഷം നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. മാർച്ച് മുതൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനീഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് കഴിഞ്ഞ 2024 വളരെ മോശപ്പെട്ട സമയമാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഗൃഹസംബന്ധമായിട്ടുള്ള കലഹങ്ങളും വാഹനദോഷവും മാതൃസുഖക്കുറവും ഗൃഹം വിട്ടു നിൽക്കേണ്ട അവസ്ഥകളും മാതൃകലഹവും ബന്ധുജന വിരോധവും അതിർത്തി തർക്കങ്ങളും കേസ് വഴക്കുകളും കലഹങ്ങളും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കഴിഞ്ഞ പീരീഡ്. അത്രയും 2024. 2025 പുത്രസ്ഥാനത്തേക്ക് ശനി വരികയാണ്. കണ്ടശനി മാറി പുത്രസ്ഥാനത്തേക്ക് വരാൻ പോവുകയാണ് 2025. മാർച്ചിന് ശേഷം കുറച്ചൊരു മനസമാധാനക്കുറവോ വിഷമങ്ങളോ പ്രയാസങ്ങളോ വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചോളം ഉണ്ടാവും. കഴിഞ്ഞ വർഷം 2024 മെയ്ക്ക് ശേഷം കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ 2025 മെയ് വരെ നല്ല സമയമാണ്. മെയ്ക്ക് ശേഷം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ആരോഗ്യപരമായിട്ട് നല്ലതല്ല. പ്രത്യേകിച്ച് സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ സന്താനങ്ങളാൽ പ്രയാസങ്ങളോ മാനസികമായിട്ടുള്ള ടെൻഷനോ അനുഭവപ്പെടാൻ സാധ്യത 2025 മെയ്ക്ക് ശേഷം പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കണം. മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഉദരരോഗം, ശാരീരിക ക്ലേശങ്ങൾ, സമാധാനക്കുറവ്, കാര്യാദികൾക്ക് തടസ്സങ്ങളെല്ലാം 2025 മെയ്ക്ക് ശേഷം പ്രതീക്ഷിക്കാം.
2025 മെയ്ക്ക് മുമ്പായിട്ട് വിവാഹാദി കർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടത്താനോ മറ്റ് ഗൃഹനിർമ്മാണത്തിനോ വാഹനഭാഗ്യത്തിനോ എല്ലാത്തിനും ഇറങ്ങി പുറപ്പെട്ടാൽ കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങളും 2025 മെയ്ക്ക് മുമ്പായിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 2025 മെയ്ക്ക് ശേഷം ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക. വ്യാഴൻ്റെ ക്ഷേത്രത്തിൽ, അതായത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴന അർച്ചന നടത്തുക. മഞ്ഞ പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. മഞ്ഞ പട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ കഴിഞ്ഞ 2024 അത്ര അനുകൂലമായിട്ടുള്ള വർഷമല്ല. പല വിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ബന്ധുജന വിരോധവും ബന്ധുജന വിയോഗവും ശാരീരിക ക്ലേശങ്ങളും മനസമാധാനക്കുറവുകളും ടെൻഷനും അനുഭവപ്പെടുന്ന ഒരു വർഷമായിരുന്നു 2024. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമല്ല. ഇപ്പോൾ 2025 മെയ് വരെയുള്ള സമയം വ്യാഴത്തിൻ്റെ സ്ഥിതി 6-ലാണ്. ഷഷ്ടമഹാബലി ബന്ധനം, മഹാബലിക്ക് രാജ്യം നഷ്ടപ്പെട്ട സമയമാണ് 6-ൽ വ്യാഴം എന്നാണ് പറയുന്നത്. പൊതുവെ അത്ര നല്ല സമയമല്ല. സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുക, ആരോഗ്യസ്ഥിതി മോശമാകുക, ബന്ധുജനങ്ങളുടെ വിരഹം വിയോഗം അനുഭവപ്പെടുക, വേണ്ടപ്പെട്ടവരുടെ മരണത്തിൽ പങ്കെടുക്കാൻ അവസരം വരിക, അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരിൽ നിന്നുള്ള ബുദ്ധിമുട്ട് വരിക, അവരിൽ നിന്നുള്ള വേർപാടുകൾ സംഭവിക്കുക, മാതൃതുല്യരായിട്ടുള്ള ആളുകൾക്ക് വിഷമങ്ങൾ സംഭവിക്കുക. പ്രത്യേകിച്ച് മാതൃസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല. വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊതുവേ സമയം ഈ 2024 സംബന്ധിച്ചോളം അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് 2025 മെയ് വരെയുള്ള സമയം എല്ലാ വിധത്തിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. ബന്ധുജന വിരോധം, ബന്ധുജന ക്ലേശം, മാനസികമായിട്ടുള്ള ടെൻഷൻ, ദാമ്പത്യ സുഖക്കുറവ്, ശത്രുദോഷങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള വിഷമങ്ങൾ ഇതെല്ലാം അനുഭവപ്പെടുന്ന സമയമാണ് 2025 മെയ് വരെ. 3-ലെ ശനി 4-ലേക്ക് വരുന്നതുകൊണ്ട് ഇപ്പോൾ കണ്ടകശനി വരുന്നുണ്ട്. 2025 മാർച്ച് വരെ, മാർച്ച് മുതൽ കണ്ടകശനിയാണ്. ശനി വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ടും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുന്നതുകൊണ്ടും കുറച്ച് നന്നായിട്ട് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും കണ്ടകശനി കാലത്ത് ഗൃഹകലഹം, മാതൃകലഹം, വാഹനദോഷം, ബന്ധുജന വിരോധം, ശത്രുദോഷം ഇതെല്ലാം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അതിർത്തി തർക്കങ്ങളോ കേസോ വഴക്കൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാതൃവർഗ ദുരിതം അനുഭവിക്കാനുള്ള ഒരു വർഷമായിരിക്കും 2025. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവേ കഴിഞ്ഞ ഒരു 8 വർഷം, ഏകദേശം 7 വർഷത്തോളം വളരെ മോശപ്പെട്ട സമയമാണ്. 2024 അത്ര നല്ല വർഷമല്ല. പല വിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും. കാരണം ഇപ്പോൾ ഏഴരശനി കാലമാണ്. 2017 ജനുവരിയിൽ ഏഴരശനി തുടങ്ങിയതാണ്. കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് ദുരിതപൂർണമായ വർഷമാണ്. ചെയ്യാത്ത കുറ്റത്തിന് പോലും അപകീർത്തി ഉണ്ടാവുക, ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുക, ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുക, ശാരീരികമായിട്ടുള്ള പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടുക, ബന്ധുജന വിരോധം ഉണ്ടാകുക, ശത്രുക്കൾ ഉപദ്രവിക്കുക, തൊഴിൽ തടസ്സം വരിക, ധനനഷ്ടം വരിക, മാനഹാനി, ദാമ്പത്യ കലഹം, അങ്ങനെ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം സംഭവിക്കേണ്ട സമയമാണ് കഴിഞ്ഞ 7 വർഷം. കാരണം ഏഴരശനിയാണ്. ഏഴരശനി ആകുമ്പോഴത്തേക്ക് ഒരു പടക്കിന് തീ കൊളുത്തി കഴിഞ്ഞാൽ ആദ്യത്തെ 2.5 വർഷം പൊട്ടി തുടങ്ങുന്ന സമയവും അത് കഴിഞ്ഞുള്ള 2.5 വർഷം നിന്ന് പൊട്ടുന്ന സമയവും അത് കഴിഞ്ഞ് ബാക്കി പൊട്ടുന്ന സമയമാണ്. ഏകദേശം പൊട്ടി 2025 ജനുവരി മാർച്ചോടുകൂടി പൂർണ്ണമായിട്ട് പൊട്ടി തീരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് മകരൻ രാശിക്കാരെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു വർഷമായിരിക്കും 2025. പുതിയ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ ദാമ്പത്യ സുഖം അനുഭവപ്പെടും. ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും. കേസ് വഴക്കുകളെല്ലാം മാറിക്കിട്ടും. തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. എല്ലാ വിധത്തിലും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള മനസ്സമാധാനവും സന്തോഷം നിറഞ്ഞ ഒരു നല്ല വർഷമായിരിക്കും 2025 മാർച്ചിന് ശേഷം. എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര അനുകൂലമായിട്ടുള്ള
സമയമല്ല. വ്യാഴം 6ലേക്ക് വരികയാണ്. അത് 2025 മെയ്യിൽ തുടങ്ങുകയാണ്. മെയ് വരെ സമയം നല്ലതാണ്. അപ്പോൾ മാർച്ചിനും മെയ്ക്ക് ഇടയ്ക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മെയ് കഴിഞ്ഞ 6 വ്യാഴം വരും. അപ്പോൾ അതത്ര നല്ല സമയമല്ല. പല വിധത്തിലുള്ള ക്ലേശങ്ങളും പ്രയാസങ്ങളും മനസ്സമാധാനക്കുറവുകളും തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. ഗുരുവായൂർ ക്ഷേത്രത്തിലോ തിരുപ്പതിയിലോ അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ അങ്ങനെയൊക്കെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും വിഷ്ണുപ്രീതി വരുത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് പൊതുവെ ഇപ്പോൾ കഴിഞ്ഞ വർഷം അത്ര അനുകൂല സമയമല്ല. കാരണം കഴിഞ്ഞ 4-5 വർഷക്കാലം കൊണ്ട് ഏഴരശനിയുടെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള ക്ലേശങ്ങളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും ശത്രുദോഷങ്ങളും തൊഴിൽതടസ്സവും ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും എല്ലാം പല വിധത്തിലുള്ള വിഷമങ്ങൾ അനുഭവപ്പെടുന്ന വർഷമാണ് 2024. അത്ര അനുകൂല സമയമല്ല. തൊഴിൽ പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസിക സംഘർഷങ്ങളും ടെൻഷനും അനുഭവപ്പെടുന്ന സമയം. ഇടയ്ക്കൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഗുണാനുഭവങ്ങളും ഉണ്ടാവുമെങ്കിലും പൊതുവേ അത്ര അനുകൂല സമയമല്ല. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ഏതായാലും ജാതകം ഇപ്പോഴത്തെ സമയം കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം ഏഴരശനി കാലമാണ്. കഴിഞ്ഞ 4-5 വർഷം 2020 ജനുവരി തൊട്ട് ഏഴരശനി തുടങ്ങി 5 വർഷക്കാലമായിട്ട് മോശമാണ്. മാർച്ച് വരെ ജന്മത്തിൽ ശനിയാണ്. വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അത് 2ലേക്ക് വരുന്നതുകൊണ്ട് ശനി മാറുന്നില്ല. എങ്കിലും ഏഴരശനി മാറുന്നില്ല. കുറച്ചൊരു പ്രയാസങ്ങൾ അല്പൊരാശ്വാസം തൽക്കാലം ഉണ്ടാകും 2025 മാർച്ചിന് ശേഷം. 2025 മെയ്ക്ക് ശേഷം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. 4 വ്യാഴം മാറി 5ലേക്ക് വരികയാണ്. മനസമാധാനവും സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഉണ്ടാവും. വളരെ നാളുകളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹയോഗം അനുഭവപ്പെടും. വളരെ നാളുകളായിട്ട് അതുപോലെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. അതുപോലെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും. ഇപ്പോൾ വളരെയധികം ജോലിയുള്ളവരും നല്ല ജോലിയുള്ളവർക്കും സാമ്പത്തികമായിട്ട് മെച്ചമുള്ളവർക്കും പല രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്ക് പോലും എന്നുവെച്ചാൽ അവർക്കൊക്കെയാണല്ലോ പൈസ ഉള്ളത്, അവർക്ക് പോലും സ്വന്തമായിട്ട് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വിവാഹം നടക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാനോ തടസ്സങ്ങൾ നേരിടുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ അത് മാറുന്നുണ്ട്. 2025 മെയ്യോടുകൂടി കഷ്ടകാലങ്ങൾ ഏകദേശം ഒഴിഞ്ഞു എന്ന് പറയാം. ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ഏഴരശനി അവിടെ നിൽക്കട്ടെ, ഏഴരശനി ഉണ്ട് 2.5 വർഷത്തേക്കുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായത് 2025 ഒന്നും പേടിക്കാത്ത വർഷമാണ്. എല്ലാ വിധത്തിലും ഐശ്വര്യം നിറഞ്ഞൊരു നല്ല വർഷമായിരിക്കും 2025. പുതിയ പ്രവർത്തനങ്ങൾക്ക് അനുകൂല സമയമാണ്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം, ഭാഗ്യപുഷ്ടി, ഐശ്വര്യം നിറഞ്ഞൊരു നല്ല വർഷം 2025 കുംഭരാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതിയും രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ 2024 അത് അധികം നല്ല സമയമല്ല. പ്രത്യേകിച്ചും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും നിറഞ്ഞൊരു വർഷമാണ്. കാരണം 2023 ജനുവരിയിൽ അവർക്ക് ഏഴരശനി തുടങ്ങി. 2-3 വർഷക്കാലമായി 2.5 വർഷമായിട്ട് ഏഴരശനി കാലമാണ്. അത്ര നല്ല സമയമല്ല. സമാധാനക്കുറവും പ്രയാസങ്ങളും തൊഴിൽ തടസ്സവും സാമ്പത്തിക വിഷമങ്ങളും അപകീർത്തിയും ദാമ്പത്യ കലഹവും വിവാഹാദി തടസ്സങ്ങളും ബന്ധുജന വിരോധവും കാലുവേദനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പലർക്കും അനുഭവപ്പെടുന്നത് മുട്ടുവേദന, കാലുവേദന, വെരിക്കോസ് വെയിന്, വീഴ്ചകൾ, മുറിവുകൾ, പൊട്ടലുകൾ, അപകടങ്ങൾ ഇതൊക്കെ വരാവുന്ന സമയമാണ് 2023 മുതലുള്ള സമയം. കാരണം ഏഴരശനി വരുമ്പോഴാണ് കൈ, കാല്, തല ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയം. വീഴ്ചകളും മുറിവുകളും ഉണ്ടാകുന്ന സമയം. സ്റ്റെപ്പിലൊക്കെ കാല് വയ്ക്കുമ്പോൾ ചിലപ്പോൾ 2ാമത്തെ സ്റ്റെപ്പിൽ വയ്ക്കുന്നതിന് പകരം 3ാമത്തെ സ്റ്റെപ്പിൽ കാല് വയ്ക്കും. അതോടുകൂടി വീഴുന്ന കൈയോ കാലോ തലയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. മദ്യപിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ ലിമിറ്റിന് മദ്യപിക്കാൻ വളരെ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ കൈ, കാല്, തല ഇതൊക്കെ ഇൻഷുർ ചെയ്തിട്ട് മദ്യപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പൊട്ടലുകളും മുറിവുകളും അപകടങ്ങൾക്കും സാധ്യത വളരെ കൂടുതലാണ്. നേരായിട്ട് പോണവർക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ഇപ്പോൾ ജന്മശനി തുടങ്ങിക്കഴിഞ്ഞു.
2025 മാർച്ച് തൊട്ട് ജന്മത്തിൽ ശനി വരുന്നതുകൊണ്ട് ഏഴര ശനിയുടെ വളരെ കാഠിന്യമേറിയ സമയം വരാൻ പോകുന്നുണ്ട്. വ്യാഴം 4ലേക്ക് വരുന്നുണ്ട്, അതും അത്ര ബെറ്ററല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജന്മശനിയുടെ ദോഷപരിഹാരമായിട്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടാം. ദുരിതപൂർണമായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് പ്രയാസം വരാം. ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. ഇൻഷുറൻസൊക്കെ എടുത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ സൂക്ഷിക്കുക. എല്ലാവരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ദാമ്പത്യ കലഹവും മുൻകോപവും പിടിവാശിയൊക്കെ ഉപേക്ഷിക്കുക. കേസിനും വഴക്കിനൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ നീല വസ്ത്രം ഉപയോഗിക്കുക. ശനിപ്രീതി വരുത്തുക. ശിവക്ഷേത്രത്തിൽ പോവുക. ശിവന് ധാര ഒഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഏഴര ശനി ആയതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ദോഷപരിഹാരമായിട്ട് ശനിയന്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നതും നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. 2025-27 നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല ഫലങ്ങൾ മാത്രം അനുഭവപ്പെടാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാ കാര്യങ്ങളിലും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വാരം നമുക്ക് കാണാം.